നിനക്ക് വേണോ വഴിമാറി നടന്നു പോയിക്കോളൂ എന്ന് പറയുന്ന കാലം വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യം എവിടെത്തിയെന്ന് ചിന്തിക്കുന്നു. എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇതേപോലെ ഇവിടുന്ന് എന്തോ ഒരു അനർത്ഥം കണ്ടപ്പോൾ ആ അനർത്ഥത്തിൽ പങ്കെടുത്ത ഈ അനർത്ഥം കണ്ട കുട്ടിയുടെ വാപ്പയോട് പോയിട്ട് ഇവൻ പറഞ്ഞപ്പോൾ പറഞ്ഞില്ല, വാപ്പ ഇജെന്തിനാ നോക്കണം, എൻ്റെ പണി നോക്കിയാൽ പോരെ. വാപ്പ പറഞ്ഞു, മകളുടെ അനർത്ഥത്തെക്കുറിച്ച് അനാശാസ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോ വാപ്പ പറഞ്ഞു എന്ന് ഉപദേശിച്ച ആളോട് ചോദിച്ചത്, നീ എന്തിനാണ് നോക്കണത്, എനിക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ. കാലം ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ള ഖിയാമത്ത്, ഞാൻ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും തിരിയില്ലേ, ശരിക്കും മനസ്സിലാവുന്നുണ്ടാവും. നമുക്ക് പറയാൻ പറ്റുന്ന കാലല്ല ഇപ്പം, പറഞ്ഞോ കൊടുക്കും. ഒരു തെറ്റു ചെയ്യുന്നവനെ ഉപദേശിക്കാൻ പറ്റുന്ന കാലമല്ല ഇത്. ഖിയാമത്തിന്റെ അലാമത്ത് നബിയുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ള പറയും, ആ കാലഘട്ടത്തിൽ പെണ്ണ് ചീത്തയായി പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്ത്രീ നാശമാകും. എന്നിട്ട് റസൂലുള്ള പറഞ്ഞെന്തറിയുമോ, ആ കാലഘട്ടത്തിലെ പെണ്ണിനെ പേടിച്ചിട്ട് ചെറുപ്പക്കാരൻ മരത്തിന്റെ ചില്ലിയിൽ കയറി ഒളിക്കുന്ന കാലം വരും. മരത്തിന്റെ ചില്ലിയിൽ കയറി ഒളിക്കുന്ന കാലം, വഴിയിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരെ മുഴുവൻ പെണ്ണുങ്ങൾ ശല്യപ്പെടുത്തുന്ന കാലമാവും. ഇപ്പൊ നേരെ തിരിച്ചല്ലേ, ഇപ്പൊ നേരെ തിരിച്ച. പലതും മിസ്കോളിൽ ഉണ്ടായ ബന്ധം, മിസ്കോളിലുണ്ടായ ബന്ധം നമ്മൾ മിസ്കോളുകളെ ഫോണിൽ വന്നു, ഇവിടെ തിരിച്ചടിച്ചു പോയി. അപ്പൊ മറുതലക്കൽ മറ്റൊരാണ്. ആ ബന്ധം സംസാരം ബന്ധമായി സുദൃഢമായി. ആ ബന്ധം പിന്നെ ആ ബന്ധം തേടിയിട്ട് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വെക്കുന്നു. അവസാനം പോലീസ് പിടിച്ചപ്പോഴാണ് സംഗതി പുറത്തായത്. നമ്മൾ വായിച്ചില്ല പത്രത്തിലൂടെ. എൻ്റെ മിസ്കോളിലുണ്ടായ ബന്ധം. എന്നിട്ട് ഇവൻ പറഞ്ഞു, എന്ത് പിടിക്കപ്പെട്ട പോലീസിനോട് ഇവൻ പറഞ്ഞു, ഓളെന്നെ ശല്യപ്പെടുത്തിയിട്ട് ഇടങ്ങാറായിട്ട് വന്നാ ഞാൻ. അത് ചിന്തിക്ക്, പെണ്ണ് നാശമാവും. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി ഖിയാമത്തിന്റെ അലാമത്ത് മുത്തുനബി പറഞ്ഞു, പെണ്ണ് രംഗപ്രവേശനം ചെയ്യുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എല്ലാ സ്ഥലത്തും രംഗപ്രവേശനം ഉണ്ടാവും. റസൂലുള്ള പറഞ്ഞു, ബിസിനസ്സിൽ രംഗപ്രവേശനം ഉണ്ടാകും. എന്നിട്ട് പറഞ്ഞു, വതുഗീബുൽ മർഅതു സൗജഹാ അലത്തിജാറ. ആണും പെണ്ണും കച്ചവടം ചെയ്യും. പെണ്ണ് കഴിയുന്ന കച്ചവടത്തിൽ വലിയ ലാഭം കിട്ടുമ്പോൾ പെണ്ണ് പുതിയാപ്പള്ള കളിയാക്കുമെന്ന്. ഞാൻ ഈ ഹദീസ് വായിച്ചപ്പോൾ ഞാൻ സംഭവം ഓർത്തുപോയി. ദുബായിൽ രണ്ടാളുടെ ഫലാഖ് സംബന്ധമായൊരു വിഷയം കേസ് വന്നു. ചർച്ച ചെയ്തിരിക്കുമ്പോൾ എന്താ വിഷയം? ഓൻ പറയാം, ഉസ്താദേ ഞാൻ കല്യാണമൊക്കെ കഴിച്ചു, ഓളെ ഞാൻ അങ്ങോട്ട് കൂട്ടി, പിന്നെ ഓക്ക് കുറച്ചൊക്കെ വിദ്യാഭ്യാസം നല്ലൊരു ജോലി ഞാൻ ശരിപ്പെടുത്തി കൊടുത്തു. ആ ജോലിയിൽ ഓക്ക് കയറ്റം കിട്ടി. പിന്നെ നോക്കുമ്പോൾ എന്നെക്കാളും വലിയ ശമ്പളം, ഞാൻ ജോലി ചെയ്യുന്ന അതേ കമ്പനി എന്നെക്കാളും വലിയ സീറ്റിൽ ഓളിയിരുന്നപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞതൊന്നും ഓള് കേൾക്കില്ല. അതുകൊണ്ട് ഈ ബന്ധം മുന്നോട്ട് പോകാനും കഴിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? എന്നോട് ഓളിനെ ഇൻസൾട്ട് ചെയ്യുന്നു. പെണ്ണ് ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങണത് ഖിയാമത്തിന്റെ അലാമത്താണ്. പെണ്ണല്ലേ, പെണ്ണ് തന്നെ. ഹോട്ടലിലെ മാനേജർ ആരാ? പെണ്ണാണ്. ആണോ? ഓനി പെണ്ണ് ഇങ്ങനെ ഗ്ലാസ് എടുത്തുണ്ടാക്കുമ്പോഴോ ആൾ കൊണ്ടുപോകുക, ഫയൽ കൊണ്ടുപോകണം, കൊണ്ടുപോകുക. അതന്നല്ല ഇപ്പൊ എല്ലായിടത്തും പണിതാണ്. പഞ്ചായത്തിൽ ഇതുവരെ, ഭരണ സംവിധാനത്തിൽ ഇതുവരെ 30%. ഇപ്പൊ എത്രയാക്കി? 1:1, 50% സംവരണം. 50% സംവരണം എന്നാണ് പ്രസിഡന്റ് സൂറത്താത്ത കൃഷ്ണൻകുട്ടിന്റെ പണി എന്താ? സൂറത്താത്ത പറഞ്ഞോക്കെ ഇങ്ങനെ കേട്ട്. കൃഷ്ണൻകുട്ടി ഞാൻ വെറുതെ പറയാം, ഇനി ബാക്കി ആ സ്ഥലത്ത് നമ്മളെ പേരൊക്കെ ചേർത്താൽ മതി. സൂറത്താത്ത പറഞ്ഞല്ലേ, തങ്കമണി പറഞ്ഞ് കേട്ട് നടക്കണ പണിയാർക്ക് ഈ നല്ല തനക്കാൻ പോണ ബുദ്ധിമുട്ട് മനുഷ്യൻ. നിങ്ങൾ പറയുക രാഷ്ട്രീയല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ആവില്ല എനിക്കെന്തായാലും കുഴപ്പമില്ല, ഞാൻ അള്ളാന്റെ ദീന് പറയും. ഞാൻ അല്ലാഹുവിന്റെ ദീന് പറയുകയാണ്, കേട്ടോളൂ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഖിയാമത്തിന്റെ അലാമത്ത് പെണ്ണ് രംഗപ്രവേശനം ചെയ്യുന്ന കാലം. എത്രത്തോളം റസൂലുള്ള പറഞ്ഞു, വതർകബുൻ നിസാഉ വസ്സുറൂജ്. സുറൂജ് എന്ന് പറഞ്ഞതാ ജീനികൾ. ജീനി എന്നറിയോ? ജീനി അറിയോ? ഇല്ല. ജീനി എന്ന് പറഞ്ഞാൽ
കുതിരയുടെ ഒട്ടകത്തിന്റെ ഒക്കെ പുറത്ത് യാത്ര ചെയ്യുന്ന ആളുകൾ പുറത്ത് സൗകര്യത്തിൽ ഇരിക്കാൻ വേണ്ടി വിരിക്കുന്ന വസ്ത്രത്തിന്റെ പേരാണ് ജീനി. പെണ്ണ് ജീനിയുടെ മുകളിൽ കയറും ഇരിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയോ? എന്താ അർത്ഥം? സ്ത്രീ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന കാലം എന്ന് നബിയുനാ റസൂലുള്ളാഹി ഉറക്കണ് ചൊല്ലിയാൻ. പെണ്ണ് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന കാലം ഖിയാമത്തിനോട് ചേർന്ന കാലമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഡ്രൈവിംഗ് സീറ്റിൽ എന്നാൽ വെറും വണ്ടിയുടെ പുറത്ത് മാത്രമല്ല, എല്ലാ സ്ഥലത്തും. അതന്നെ പഞ്ചായത്തിന്റെ ഡ്രൈവിംഗ് സീറ്റാണ് ഏത്? പ്രസിഡന്റ് സ്ഥാനം. അവിടെ ഇരിക്കണതാരാ? തങ്കമണി. തങ്കമണി ഇരുന്നിട്ട് അതിങ്ങനെ മറ്റുള്ളൊക്കെ പണി എന്താ? തങ്കമണി പറഞ്ഞതൊക്കെ നടപ്പിലാക്കുക. അതിനു വേണ്ടി അങ്ങോട്ടോടുക, ആ പേപ്പർ എടുത്ത് അങ്ങോട്ട് പോവാ. ഈ രണ്ട് വാഹനത്തിൽ ഡ്രൈവിംഗ് സീറ്റിൽ ആരിരിക്കും? പെണ്ണിരിക്കും. ശരിയല്ലേ? ഞാൻ പഠിത്തം എമ്പാടും കണ്ട് കാറ് ആണ് പെണ്ണിങ്ങനെ കാറ് ഇങ്ങനെ ഓടിക്കണം. ബന ബുദ്ധൂസ് ഇങ്ങനെ ആരുടെ മുമ്പിലെ സീറ്റിൽ ആണ് പെണ്ണാവുക, പെണ്ണ് ആണാവുക. വേറെ ചിലത് ഞാൻ ഇതുവരെ കണ്ടിരുന്ന എങ്ങനെ അറിയുക? പെണ്ണ് ആണ് കൂട്ടുന്ന സമയത്ത് പെണ്ണ് ബൈക്ക് പോവാണെങ്കിൽ ഒരു കടന്ന് കൊടുത്തു അല്ലേ? എമ്മാതിരി കൊടുത്താണ്. ഞാൻ ഇപ്പൊ അടുത്തൊന്ന് കണ്ട് ഓള കൂട്ടണത് ഓൻ കടന്നാട് പിടിച്ചു. പെണ്ണുങ്ങളെ രംഗപ്രവേശനം ചെയ്യാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയവരൊക്കെ ഈ കൂട്ടത്തിലാണ്. ഒരു സംശയം കണ്ട പെണ്ണ് പള്ളി പോകണമെന്ന് പറയില്ലേ? ഞാൻ പറയുമ്പോൾ ചോദിക്കല്ലേ, 1954 വരെ ഒരു പെണ്ണും കേരളത്തിൽ പള്ളി പോയിട്ടില്ല. ഒരു പെണ്ണും പോയിട്ടില്ല ചരിത്രം. ഓല തന്നെ പറയുന്നുണ്ട്. ഓല ഒരു മാസിക എടുത്തിട്ട് പുടവ എന്ന് പറഞ്ഞ മാസിക എടുത്ത് കേരളത്തിൽ ആദ്യമായി പള്ളിയിൽ പോയ പെണ്ണ് ആരാ? ഒതായിര പാത്തമ്മക്കുട്ടി. അപ്പൊ ഇത്ര കാലം ഇസ്ലാം ഉണ്ടായിട്ട് ഒരു പെണ്ണും പള്ളി പോയില്ല എന്ന് പറഞ്ഞാൽ ഒക്കെ ചെയ്തത് തെറ്റാണോ? തെറ്റാന്നാ പോലും പറഞ്ഞത്. ഞങ്ങൾക്ക് കേൾക്കണോ? ദജ്ജാല് ഖിയാമത്ത് നാളിൽ വന്നാൽ ദജ്ജാല് വരുന്ന രംഗമൊക്കെ പറയാനുള്ളത്. പക്ഷെ ഞാൻ അങ്ങോട്ടൊന്നും കട ഞാൻ അവസാനിപ്പിക്കാം. അത് ഒരു ബർക്കത്തിന് വേണ്ടി നാലൊക്കെ പറഞ്ഞു എന്നുള്ളൂ. ഈ വിഷയം ഞാൻ പറഞ്ഞാൽ എവിടെ എത്തിക്കാൻ കഴിയില്ല ഈ സമയത്തിനുള്ളിൽ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഒരു 4 വർത്താനോട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദജ്ജാല് വരും. ദജ്ജാല് വന്നിട്ട് പള്ളിയിലിരിക്കും. പള്ളിയിൽ ഇരിക്കുന്ന സമയം ദജ്ജാലിന്റെ മടിയിലേക്ക് സ്ത്രീകൾ വന്ന് വീടുന്നുണ്ടാകും. കാരണം എന്താ? ഇയാള് വലിയ അത്ഭുതം കാണിച്ചിട്ട് വരിക. ഭയങ്കര അത്ഭുതം കാണിക്കാം. അത്ഭുതം കാണിക്കുന്നിടത്തൊക്കെ ആരാദ്യം ഉണ്ടാവുക? നിങ്ങൾ മിണ്ടുന്നില്ല. ആരാദ്യം ഉണ്ടാവുക? എല്ലാ അത്ഭുതവും ഹക്കിന്റെ വടിയല്ല. മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി പാമ്പായി. സാഹിര്യങ്ങളുടേതും കയറുകൾ പാമ്പായിരുന്നു. സാഹിര്യങ്ങളുടേത് ഹക്കല്ല, മൂസാ നബിയുടേതാണ് ഹക്ക്. ഹക്കാണോ അല്ലേ എന്ന് തിരിച്ചറിയാറുള്ള വഴി അത്ഭുതം കാണിക്കുന്നവരുടെ വാദം എന്താ?